മത്സ്യമേഖലയിൽ മികച്ച ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. പൊന്നാനി മണ്ഡലത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും മത്സ്യമേഖലയുടെ സർവോത്മുഖമായ പുരോഗതി ഉറപ്പുവരുത്തുന്നതിനുമായി സർക്കാർ മികച്ച ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്ന് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 44 തീരദേശ റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീരദേശ മേഖലയിൽ സ്ത്രീ ശാക്തീകരണം, വിദ്യാർത്ഥികളുടെ ഉന്നമനം എന്നിവ ലക്ഷ്യമാക്കി നിരവധി പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യമേഖലയിലുള്ള റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നല്ല റോഡുകൾ നിർമ്മിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മത്സ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തീരദേശ റോഡ് വികസനം കൂടാതെ സർക്കാരിന്റെ ഇതര ഏജൻസികളിൽ നടക്കുന്ന റോഡ് വികസന പദ്ധതികളും സംസ്ഥാനത്തെ മത്സ്യമേഖലയിൽ അടിസ്ഥാന വികസനത്തിന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ തീരദേശ ഹൈവേ. തീരദേശ ഹൈവേ പൂർത്തീകരിക്കുമ്പോൾ തീരത്തിന്റെ സമഗ്രമായ വികസനമാണ് യാഥാർത്ഥ്യമാകുന്നത്. മത്സ്യബന്ധന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KS ശ്രീനിവാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ MA മുഹമ്മദ് അൻസാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. 26.70 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ബദ്രിയ മദ്രസ മുതൽ നാലകത്ത് കുഞ്ഞിവീട് വരെയുള്ള റോഡും ഡ്രൈനേജിന്റെ നിർമ്മാണവും 66 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കാരാർകോട് ചെറുവല്ലൂർ കടവ് റോഡ്, 42 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച തെക്കേ തട്ടുപറമ്പ് അള്ളായി മദ്രസ റോഡ് എന്നീ റോഡുകളാണ് പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്തത്. പൊന്നാനി നഗരസഭയിൽ നടന്ന പരിപാടിയിൽ P. നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പൊന്നാനിയുടെ തീരദേശ മേഖലയിലെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നല്ല കുറേ കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റോഡുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കടവനാട് പുതിയക്കടവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതും ഹാർബറിന്റെ വർക്കാണ് നമുക്കുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഇവിടെ കുറ്റിക്കാട് കുമ്പളത്ത് വഴി റോഡിന്റെ ടെൻഡർ നടക്കുകയാണ്. ആ ടെൻഡറിന് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കരാറുകാരനെ കൊണ്ട് ആ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിപ്പിക്കാൻ കഴിയും. അതിന് ഡിപ്പാർട്ട്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ ഇടപെടുമെന്നാണ് പറഞ്ഞത്. തിങ്കളാഴ്ച ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് കരാറെടുത്തതെങ്കിൽ അതിനുശേഷം നമുക്ക് അവരുടെ പ്രവൃത്തി വേഗം നടപ്പാക്കാൻ ആവശ്യമായ ശിലാഫലകം MLA അനാച്ഛാദനം ചെയ്തു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ, പൊന്നാനി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീന സുദേശൻ, OO ഷംസു, വെളിയങ്കോട് സ്ഥിരം സമിതി അധ്യക്ഷൻ സേതുപുഴക്കര, ഹാർബർ AE രാജീവ്, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു.